സംസാരിക്കാനുള്ളത് വയർലെസ് ക്യാമറയെ കുറിച്ചാണ്. വയർലെസ് ക്യാമറ തന്നെ ഒന്ന് വൈഫൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അതേമാതിരി സോളാർ പവർ ഉപയോഗിച്ച് ഒരു സിം ഇട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ലാൻ കേബിൾ ഉപയോഗിച്ചിട്ട് ഒരു കേബിൾ ഉപയോഗിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ക്യാമറകളുണ്ട്. ഇതൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് അവിടെ വയർ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ലാത്ത ഏരിയ, പിന്നെ ഓൾറെഡി കേബിളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓരോ സൈറ്റുകളിലും നമുക്ക് അഡീഷണൽ ക്യാമറ വെക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനത്തെ സൈറ്റുകളിലൊക്കെയാണ് നമുക്ക് വയർലെസ് ക്യാമറാസ് കൂടുതൽ പ്രിഫർ ചെയ്ത് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആളെ ട്രാക്ക് ചെയ്ത് മൂവ് ചെയ്യാം, 360 റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് 2 വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് പുറത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ട് 2 വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കാം. വയർലെസ് ക്യാമറയിൽ ഒരു ടൈപ്പ് ക്യാമറയാണിത്. ഇതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് അഡീഷണൽ പവർ വേണ്ട. നമുക്ക് അവിടെ ഇതിന് കൂടെ തന്നെ ഒരു 7-inch പാനൽ കിട്ടും സോളാറിൻ്റെ. അപ്പോൾ ആ സോളാർ പാനൽ ത്രൂ ആയിരിക്കും ഈ ക്യാമറയിലേക്ക് ചാർജ് വരുന്നത്. പക്ഷേ ഈ ക്യാമറ വൈഫൈ ആയിരിക്കില്ല, ഇതിന് നമ്മളൊരു അഡീഷണൽ സിം ഇടണം. ആ സിം ഇട്ടിട്ട് സിം ത്രൂ ആയിരിക്കും ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും മോണിറ്റർ ചെയ്യാം. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർക്ക് നടക്കുന്ന സൈറ്റുകളൊക്കെ ഉണ്ടാവും, ഈ ക്ലയൻറ്റ് ഗൾഫിലുള്ളത് അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിംഗ് വർക്കൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് അഡീഷണൽ പവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കേബിൾ വലിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ല മെഷീനറീസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകാനൊരു സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ സൈറ്റുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണിത്, സോളാർ പവേർഡ് ആയിട്ടുള്ള PT സെറ്റ് ക്യാമറാസ്.